ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Good morning, sir. Good morning. I'm recording this. Is that okay? Sure, sir. No issue. Okay. ഇത് യൂട്യൂബിലിടും as a case study. Is that okay? Yeah, okay, sir. Okay. എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് within the next 15 to 20 minutes? What is that you want to achieve? Yeah. ലാസ്റ്റ് ഒരു കോളർ വന്ന പോലെ എനിക്കൊരു ഒരുപാട് ക്ലാരിറ്റി ചെയ്തൊരു ഇഷ്യൂസ് ഉണ്ട്. രണ്ടാമെന്ന് പറയുന്നത് ഒരു മോർ എക്സൈറ്റ്മെന്റും പിന്നെ ഒരു എമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു അച്ചീവ് ചെയ്യാനുള്ള തടസ്സങ്ങൾ. എന്തിന്റെ ക്ലാരിറ്റി കുറവുള്ളത്? ക്ലാരിറ്റി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ എൻഡ്. സോ ബിഗിനിങ് ആയി, പിന്നെ എൻഡ് എവിടത്തേക്കാണ്. ഒരു എൻഡ് വേണ്ടാലും നമുക്കൊരു ലക്ഷ്യങ്ങൾ പൂർത്തിയാവുമല്ലോ. നിങ്ങൾ ബിഗിൻ ചെയ്തു, പക്ഷെ എൻഡ് അറിയില്ല. സോ ഞാനൊരു ജോബിൽ കയറിയിട്ട് പ്രോജക്ട് ലീഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കേരളത്തായോണ്ട് സാലറി കുറവാണ്. എനിക്ക് പിന്നെ വേറൊരു കയറാനുണ്ട്. ഒന്നും കൺഫ്യൂഷൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം എനിക്കൊരു എൻഡ് എവിടത്തേക്കൊന്നൊരു സംഭവം എനിക്ക് അറിയുന്നില്ല. പിന്നെ ഒരു ക്ലയന്റ് കാണുമ്പോൾ ആദ്യം ഇത് അഡ്രസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എൻഡ് അറിയില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമുക്ക് അത് ആദ്യം അഡ്രസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ പിന്നെ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. അപ്പൊ ഇത് നമ്മള് ഒരു സ്ഥലം അറിയാതെ നമ്മൾ യാത്ര ചെയ്യോ? ഇല്ല സർ. ഉറപ്പല്ലേ? സ്ഥലം ആദ്യം അനുസരിച്ച് വേണ്ടേ നമ്മൾ യാത്ര ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്തു, പക്ഷെ സ്ഥലം എങ്ങോട്ടാന്നുള്ള അറിയില്ല. ശരിയാണോ? അതെ സർ, കറക്റ്റ് ആണ്. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട്, പക്ഷെ അത് എങ്ങോട്ടാ കൊണ്ടുപോകണം, നിങ്ങളെ യാത്ര എങ്ങോട്ടാ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. എത്ര പേര് അംഗീകരിക്കേണ്ട ആയിന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ യാത്രയുണ്ട്, പക്ഷെ എങ്ങോട്ടാണ് ഈ യാത്ര, എങ്ങോട്ടാ കൊണ്ടുപോകണം, ഈ ട്രെയിൻ എങ്ങോട്ടാ പോകണം, ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാ പോകുന്നത്, ജീവിതം എങ്ങോട്ടാ പോകണം, ഈ ജോബ് എങ്ങോട്ടാ കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. യു ആർ ജസ്റ്റ് ട്രാവലിംഗ് അലോങ് വിത്ത് ദാറ്റ്. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്, കറക്റ്റ് സർ. അവിടെ എന്തോ സംഭവം നടന്നില്ലേ? അതെ സർ. നിങ്ങൾ അംഗീകരിക്കണ്ടോ അത്? അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവിടെ നിങ്ങൾ ക്ലാരിറ്റി നോക്കിയില്ല. കാരണം നിങ്ങളുടെ പർപ്പസ് നോക്കിയില്ല, നിങ്ങളുടെ വിഷൻ നോക്കിയില്ല, നിങ്ങളുടെ പർപ്പസ് എന്താണെന്നൊന്നും അറിയാതെ നിങ്ങൾ എന്തോ ചെയ്തു. ഇസ് ഇറ്റ് കറക്റ്റ്? തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു, ബട്ട് യു ജസ്റ്റ് ടുക്ക് ദ ഓപ്പർച്യൂണിറ്റി എന്നാ പറയാം. അതെ. അപ്പം ഞാനൊരു പഠിച്ചു, ശരി തന്നെ. പിന്നെ ആരോ കണ്ടപ്പം ഞാനും എടുത്തു. എന്റെ സ്കില്ലെന്നാ നോക്കിയില്ല. എന്റെ സ്കില്ല് നോക്കി, പിന്നെ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങ് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അപ്പൊ സംസാരിക്കുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ചെറിയൊരു ആങ്സൈറ്റി, അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക്. സെൽഫ് അനാലിസിസ് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ആണ്. സെൽഫ് അനാലിസിസ് മനസ്സിൽ പോലും എനിക്കിത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എക്സ്പോസ് ഇസ് നോട്ട് ഗെറ്റിംഗ്. ഓക്കെ, മൈ ക്വസ്റ്റ്യൻ ഈസ്, എന്താ നിങ്ങൾ പഠിച്ചത്? എന്തായിരുന്നു? വാട്ട് ഈസ് ദാറ്റ് യു വെന്റ് ഫോർ? എഞ്ചിനീയറിംഗ് ആണ്. സൗണ്ട് നിങ്ങളപ്പോ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് യു സ്റ്റഡി? ആക്ച്വലി പഠിച്ചത് ബിടെക് ആണ്. ഓക്കെ, നിങ്ങളിപ്പം ചെയ്യുന്ന പ്രൊജക്ട്സ് അതൊക്കെ ഏതാണ്? പ്രോജക്ട്സ് നിങ്ങൾ സൗണ്ട് ഒന്ന് മൈക്കിന്റെ അടുത്തേക്ക് വരാട്ടോ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യണത്? വാട്ട് ഈസ് ദാറ്റ് യു ആർ ഡൂയിങ് റൈറ്റ് നൗ? ഇപ്പൊ ഞാൻ പ്രോജക്ട് ലീഡിൽ വർക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റലേഷൻ എഞ്ചിനീയർ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സ്റ്റഡീസിനനുസരിച്ചുള്ള ജോബ് തന്നെയാണോ ചെയ്യണത്? അതെ സർ. അപ്പൊ അതിന് യാതൊരു കുഴപ്പമില്ല? അതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ എവിടെ നിങ്ങൾക്ക് ഇഷ്യൂ വന്നത്, എവിടെ ചാലഞ്ച് വന്നത് എവിടെയാ? ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സൗണ്ട് കൂട്ടി പറയട്ടോ ഒന്ന്. എമോഷൻ ആണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഇതിൽ കണ്ടത്. എന്റെ ലീഡർഷിപ്പ് കിട്ടുന്നില്ല. നമ്മൾ ഏത് സ്ഥലത്ത് ആ സ്ഥലത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അല്ല ഇപ്പൊ നിങ്ങൾ ഈ ജോബ് ബിടെക് ചെയ്ത് നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യേണ്ട പ്രൊജക്ട് ലീഡർ ആണോ നിങ്ങൾ? അതെ സർ, പ്രൊജക്ട് ലീഡർ. അത് ഇപ്പൊ എത്ര വർഷമായി അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പൊ ലാസ്റ്റ് 3 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഇന്ത്യയിലാണോ, ഇന്ത്യക്ക് പുറത്താണോ? പാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പാൻ ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ പാൻ ഇന്ത്യ ആണോ, അല്ല ഔട്ട്സൈഡ് ഇന്ത്യ ആണോ? ഇപ്പൊ പാൻ ഇന്ത്യ, കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കമ്പനി നല്ല കമ്പനിയാണ്, സാലറി ഒക്കെ നന്നായി തരുന്നുണ്ടോ? ഇല്ല സർ, സാലറി കുറവാണ്. സാലറി കുറവാണ്. അതെ, നാട്ടിലായതുകൊണ്ട്. നാട്ടിലായിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരു 5 വർഷം ജീവിച്ചു പോയി കമ്പനി കൊണ്ട്? ഇല്ല സർ, ഓക്കെ, അപ്പൊ എങ്ങനത്തെ ഒരു 5 വർഷം കഴിഞ്ഞ കല്യാണം കഴിച്ച ആളാണോ? അതെ സർ, ഒരു കുഞ്ഞുണ്ട്. എത്ര വയസ്സായി കുഞ്ഞിന്? എത്ര വയസ്സായി? 1 വയസ്സ്. 1 വയസ്സ്. ആ കുഞ്ഞിന് 3 വയസ്സ്. 3 വയസ്സ്. കുഞ്ഞിന് വയസ്സിനെ മറന്നുപോയാ? ആങ്സൈറ്റി, ഫുൾ എക്സൈറ്റ്മെന്റ് ആണല്ലേ? ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാരും ഈ ടൈപ്പ് ഫുൾ. ഭാര്യ ഉണ്ട് അടുത്ത്? ഇല്ലല്ലോ?
ഇല്ല ഇല്ല ഇല്ല. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ആൾ സംസാരിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്, രണ്ടാമത് എന്റെ എമോഷണൽ ഒരു എക്സൈറ്റ്മെന്റ്. അത് ശരി, അത് ശരി. വേറൊന്നുമില്ല. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പം 3 വയസ്സുള്ള കുട്ടിയുണ്ട്, ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ? ഇല്ല, ഉണ്ടോ? ഇല്ല 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 ഓക്കെ. ഇപ്പോൾ ഒരു 5 വയസ്സും കൂടെ കുട്ടിനോട് ചേർത്ത് കഴിഞ്ഞാൽ 8 വയസ്സായി കുട്ടിക്ക്. ഓക്കെ. അതെ. ആ 8 വയസ്സിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന സാലറി, എത്ര സാലറി ആയിക്കോട്ടെ, ഇപ്പം അത് നിങ്ങൾ ഒരു 5 വർഷം കൂടെ ആ കമ്പനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇൻക്രിമെന്റ് ഉണ്ടാവും? 5 വർഷം എന്റെ ഒരു കേസിൽ ഒരു 15 ഉണ്ടാവും, അത്രേ ഉള്ളൂ. 15% ഇൻക്രിമെന്റ്, ശരിയാണോ? Yes, yes. 15% ഇൻക്രിമെന്റ്. ആ 15% ഇൻക്രിമെന്റും കൂടെ മനസ്സിൽ കാണാം. ആ ഇൻക്രിമെന്റോട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ആ മകളോടുകൂടി ജീവിക്കാൻ പറ്റുമോ? ചെലവും സ്കൂളും വൈഫും എല്ലാം കൂടി ജീവിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അപ്പോൾ ഇല്ല രണ്ടാമത്തെ കുട്ടി വന്നിട്ടുണ്ടാവും. ഇല്ല സാർ, ഇല്ല അങ്ങനെ ഇല്ല, പറ്റൂല. ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇല്ല നിങ്ങൾ ഇപ്പം കാണുന്നത് 5 വർഷം ഇപ്പോഴത്തെ കാണുമ്പോൾ അതിന് എത്ര സാലറി കിട്ടണം? ഒരു 5 വർഷത്തെ ഹൈക്കൊക്കെ നോക്കിയിട്ട് ചുരുങ്ങിയത് എത്ര സാലറി നിങ്ങൾ കിട്ടും? അത് സാലറി എമൗണ്ട് പറയുന്നോട്. എന്റെ ഒരു ഇതില് 1.5 എങ്കിലും കിട്ടണം. 1.5 ലാക്ക് അല്ലേ പറഞ്ഞത്? Yes, sir, yes, sir. ഓക്കെ. 1.5 ലാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? എനിക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എമോഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇല്ല, അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ പ്രശ്നം മാറ്റി കൊടുക്കാം. ഓക്കെ, ഓക്കെ ഇമോഷൻസ് ഒക്കെ നമ്മൾ ഓക്കെ. മാറ്റിയെടുക്കാം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ 1.5 ലാക്ക് റുപ്പീസ് പെർ മന്ത് എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? വാട്ട് ആർ ദ തിങ്സ് നിങ്ങൾ മാനേജ് ചെയ്യണം? ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ ഓൺ യുവർ സെൽഫ്? എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറയാം? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ചെയ്യണം. എന്റെ ഒരു ഓക്കെ ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. സ്കില്ല് ഓക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ഏതാണ് അതിൽ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തെ? പിന്നെ മൂന്നാമത് കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവാണ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ട്രാപ്ഡ് ആവും. സോ എമോഷനാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് കാണുന്നത്. ഓക്കെ. ചിലപ്പോൾ എന്താ ഇമോഷൻ? എന്താ നിങ്ങൾ ഈ ഇമോഷൻ ഇപ്പൊ പല പ്രാവശ്യം പറഞ്ഞു. വാട്ട് ഇസ് ദാറ്റ്? വാട്ട് യു മീൻ ബൈ ഇമോഷൻ? എമോഷൻ മീൻസ് നമ്മൾ ഒരാൾ നമ്മളൊരു ക്ലയന്റ് നല്ല സംസാരിക്കും, അധികമായിട്ട് അവർ എമോഷൻ ചെയ്യുമ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻസ് ട്രാപ്പ് ആവും. സംസാരിക്കുമ്പോൾ എന്താണെന്ന് കാര്യം നമ്മൾ ട്രാപ്ഡ് ആകുമ്പോൾ തന്നെ അവിടെ നമ്മൾ ഫ്ലോപ്പ് ആവുക ചെയ്യുന്നത്. കാര്യം യഥാർത്ഥമായി സംസാരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളവിടെ പുറത്തു വരുന്നില്ല. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പ് കുറവാന്നുള്ളത്. അതെ അതെ, ദാറ്റ്സ് എ ഫാക്ട്. അതെന്ന് മനസ്സിലാണ്. കാരണം നിങ്ങൾ ലീഡർഷിപ്പ് വളർന്നു കഴിഞ്ഞാൽ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ വളരും. അപ്പം നിങ്ങൾക്ക് തോന്നരുത് ഞാനിവിടെ പ്രൊമോട്ട് എൻ്റെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ട് നോ എന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവരും എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ പ്രോഗ്രാം ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പ്രോഗ്രാം സെല്ല് ചെയ്യില്ല. പക്ഷേ ഇവിടെ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലീഡർഷിപ്പ് കുറവുണ്ട്. അതെ സാർ. അപ്പം ലാസ്റ്റ് ഒരു ഫറൂഖ് സാറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിലാണ് ഇന്ത്യതോ സാറിന്റെയും മറ്റേ അക്കിം സാറിന്റെയും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ കാരണം. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ചെറിയൊരു ഡെവലപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവിടെ നിങ്ങൾ പേരൊന്നും പറയണ്ട. ഇവിടെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നമ്പർ 1 നിങ്ങളെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടി വരും. നമ്പർ 2 നിങ്ങളുടെ ടീച്ചിങ് ടെക്നിക്കൽ സ്കില്ല് അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാമത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആദ്യത്തെയും മൂന്നാമത്തെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതിന് 1 വർഷം നിങ്ങൾ കൊടുക്കണം. 1 വർഷം നിങ്ങൾ കൊടുക്കണം. ഫീസൊക്കെ വളരെ കുറഞ്ഞ ഫീസാണ്. 1 വർഷം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ആഴ്ച നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും പോയി കിട്ടും. അത് കൂടാതെ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മലയാളത്തിലത്തെ ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങൾ മലയാളം അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ടൈപ്പ് തന്നെ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് മാറിക്കിട്ടും. ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ്. ബട്ട് അതർവൈസ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടാണ്. കുഴപ്പമില്ല. പേഴ്സണലായിട്ട് എങ്ങനെ ബട്ട് എന്താണ് ഒന്നാണ്? ബട്ട് എന്ന് വെച്ചാൽ ഏണിംഗ് നമ്മളെ കിട്ടുന്ന ഒരു ഏണിംഗും മറ്റേ ഫീസിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ. ഈ പ്രോബ്ലം എന്നുള്ള പദവും ബട്ട് എന്നുള്ള പദം, ഈ 2 പദങ്ങളും ഞങ്ങളെ ഓർഗനൈസേഷനിൽ നിരോധിക്കപ്പെട്ട പദങ്ങളാണ്. ഒന്ന് ബട്ട്, അത് 2 നിങ്ങൾ ഒറ്റ സെന്റൻസിലാണ് പറഞ്ഞത്. എല്ലാവരും ബിയും പിയും ടൈപ്പ്. എല്ലാവരും ബിയും പിയും ടൈപ്പ്. ബട്ട് എന്നുള്ള പദം, ബട്ടിന്റെ ഒപ്പം ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുന്ന ബട്ട് എന്നുള്ള പദം ഞങ്ങൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. നമ്പർ 2 പ്രോബ്ലം എന്നുള്ള പദം സമ്മതിക്കില്ല. കാരണം ഇത് രണ്ടും നെഗറ്റീവാണ്. ഇത് ആരാണ് എത്രത്തോളം കൂടുതൽ ഒരാൾ പറയുന്നു അത്രത്തോളം അവർക്ക് എക്സ്ക്യൂസുകൾ കണ്ടെത്തും. നമ്പർ 1. നമ്പർ 2 അവിടെ നിങ്ങളെ ഇമോഷൻസ് ഒക്കെ വരുന്നത് എനിക്ക് മനസ്സിലാവേണ്ടത് അത്. നമ്പർ 2 അവിടെ നിങ്ങളെ പ്രോബ്ലം ആയിട്ട് മാറും. മനസ്സിലാവണ്ട. അപ്പം നിങ്ങൾ കോഴ്സിന് വരണമെന്നില്ല, നിങ്ങൾ ലീഡർഷിപ്പ് വളർത്താം.
മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ ഈ ബട്ടില്ല, ബട്ട് ഒഴിവാക്കുക. എന്നിട്ട് പറയാം ഞാൻ എങ്ങനെ എന്റെ ലീഡർഷിപ്പ് വളർത്താം. അപ്പൊ ലീഡർഷിപ്പ് വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? 3 കാര്യം എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ലീഡർഷിപ്പ് വളർത്താൻ കോഴ്സിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾക്ക് ഇപ്പം തീരെ പൈസ ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? 3 കാര്യങ്ങൾ. നിങ്ങൾ ലീഡർഷിപ്പ് വളർത്താനുള്ള 3 കാര്യങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ? കോഴ്സിലേക്കുള്ള തീരുമാനം ഫസ്റ്റ് എടുക്കും. അല്ല, കോഴ്സ് പിന്നെ അല്ല, കോഴ്സ് മാറ്റിയെടുക്കുക. നിങ്ങൾ കോഴ്സ് കോഴ്സ് ഇല്ലാതെ തന്നെ ഇപ്പൊ ഫാറൂഖ് സെൻസൈ എന്ന ആളെ വ്യക്തി ഇല്ലാന്ന് വിചാരിക്കുക. ഫാറൂഖ് സെൻസൈന്റെ ലീഡർഷിപ്പ് കോച്ചിങ് ഇല്ലാന്ന് വിചാരിക്കുക. നിങ്ങളെ ലീഡർഷിപ്പ് വളർത്താൻ നിങ്ങൾ എന്ത് ചെയ്യും? കോഴ്സിനൊന്നും പോവാതെ നിങ്ങളെ ലീഡർഷിപ്പ് എങ്ങനെ വളർത്താൻ പറ്റുന്ന? അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പയർഡ് ആവും. എങ്ങനെ പ്രിപ്പയർഡ് ആവും? എന്തെങ്കിലും സോഴ്സ് മീൻസ് റെഫറൻസ്, എന്തെങ്കിലും റെഫറൻസ്, എന്തെങ്കിലും ഒരു ഗൈഡൻസ്, ഒരു ബുക്സ് വഴിയോ, ഇതാണെങ്കിൽ യൂട്യൂബ്സ് ഇല്ല സാറിന് പോലത്തെ ഒരു യൂട്യൂബ്സ്, അങ്ങനെയുള്ളൊരു സാറില്ലെന്നല്ല പറഞ്ഞപ്പോ അതെ, സാറല്ല യൂട്യൂബ്സ് വഴിയോ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് ബേസിക്. ബ്യൂട്ടിഫുൾ. എന്ന് മുതൽ ചെയ്യാൻ തുടങ്ങും? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക. ചെയ്തിട്ട് നിങ്ങൾ ഡെവലപ്മെന്റ് വരുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ള. എത്ര പേര് അംഗീകരിക്കേണ്ട ഗോട്ട് ഇൻ ദ ടൈപ്പ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് കാണില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് സംതിങ് റോങ് എന്നാ. ബേസിക് എന്ന് പറയുമ്പോൾ എന്റെ ഒരു ചെറിയ ലേസിനെസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഇപ്പൊ കാര്യങ്ങൾ എല്ലാം ഇപ്പൊ ബാക്കിൽ വന്നപ്പോ ലേസിനെസ് ആയി. ഇപ്പൊ ഇമോഷൻ ഒക്കെ പോയി, ലീഡർഷിപ്പ് പോയി, ഇപ്പൊ ലേസിനെസ്സിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷനിലേക്ക് വരും. ബേസിക് ഒരു സംഭവം ഉണ്ട് സാർ. നമ്മൾ ലേസിനെസ് ആണ് ഏറ്റവും കൂടുതൽ പ്രധാനം. ലേസിനെസ് മാറ്റാൻ എന്താ ചെയ്യാ? ലേസിനെസ് മാറിയാൽ ഇതൊക്കെ നടക്കുള്ളൂ. ശ്രമിക്കുക. അല്ല, ശ്രമിക്കാന്നുള്ള ഇതാ 3ാമത്തെ വാക്ക്. ഞങ്ങളെ അസോസിയേഷനിൽ പറയാൻ പാടില്ലാത്ത 3ാമത്തെ വാക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ശ്രമിക്കാന്നല്ല, ട്രൈ. അത് ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ട്രൈ ചെയ്യുന്ന കാര്യമില്ല, എന്താ നിങ്ങൾ ചെയ്യാ? ചിലത് നെഗറ്റീവ്സ് എല്ലാം മാറ്റി വെക്കുക. കാര്യം അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. അല്ല ശ്രമിക്കാന്ന് ട്രൈ ആയി. അല്ലല്ല അതിനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു വളരെ സ്പെസിഫിക്. ലീഡേഴ്സ് ഒക്കെ എല്ലാം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ആൾക്കാരാണ്. 3 സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെപ്സ് പറയുന്നുണ്ട്. വാട്ട് ആർ ദ 3 സ്റ്റെപ്സ് ദാറ്റ് യു വിൽ ടേക്ക് ഇൻ ഓർഡർ ടു ഡെവലപ്പ് യുവർ ലീഡർഷിപ്പ്? അത്രേ ഉള്ളൂ. 3 സ്റ്റെപ്സ് എന്താ? ഇൻ ഓർഡർ ടു ചേഞ്ച് സെൽഫ് പ്രിപ്പയർമെന്റ്. ഓക്കെ, സെൽഫ് ആയിട്ടുള്ള പ്രിപ്പയർനെസ് ഉണ്ടാക്കണം. ഓക്കെ. നമ്പർ 2, സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് എന്നിലുള്ള കാര്യങ്ങൾ എന്താണ് നെഗറ്റീവ് അത് മാറ്റി വെക്കുക. ബ്യൂട്ടിഫുൾ. അധികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുക. ഓക്കെ, അടുത്തത്. പിന്നെ 3ാം സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഏതാണ് ബേസിക് കാര്യങ്ങൾ അത് തുടങ്ങുക. മിണ്ടി പോയി കഴിഞ്ഞാൽ പാടായിരിക്കും, ഒഴിവാകും. പതുക്കെ 20%, 3%, 5%, അങ്ങനെ പതുക്കെ എന്റെ ബോഡി അതിലേക്ക് പഴകി കെട്ടണം. കാര്യം കുറെ വർഷമായിട്ട് അതൊന്നും ഇല്ലാതെ പോയതല്ലേ. ബോഡിയിൽ ആ പതുക്കെ സബ് കോൺഷ്യസ് കുറച്ചായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒരു മോൾഡ് ചെയ്തെടുക്കുക. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രമം എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാൻ പോകില്ല. ശ്രമം നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ശ്രമം എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പൊ ഐ വോണ്ട് ടു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ അഗൈൻ. വുഡ് യു ബി ഏബിൾ ടു ഡു ഇറ്റ്? പ്രിപ്പയർഡ്. ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നാളെ രാവിലെ ഒരു 10 കിലോമീറ്റർ ഓടാൻ ഞാൻ പ്രിപ്പയർ ആവണമെന്ന് പറഞ്ഞത് നാളെ ഞാൻ 10 മൈൽ ഓടുന്നു പറഞ്ഞ വ്യത്യാസമുണ്ട്. എത്ര പേര് വ്യത്യാസമുണ്ട്? ഹൗ മെനി ഓഫ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് ഡിഫറെന്റ്? ഞാൻ നാളെ 10 മൈൽ ഓടാൻ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞതും നാളെ ഞാൻ 10 മൈൽ ഓടുന്നു പറഞ്ഞ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഉറപ്പല്ലേ? അപ്പൊ ഈ പ്രിപ്പയർഡ് എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ പറയാം. വുഡ് യു ബി ഏബിൾ ടു ഡെവലപ്പ് യുവർ ലീഡർഷിപ്പ് ആൻഡ് ഹൗ? 3 steps ടു ഡെവലപ്പ് യുവർ ലീഡർഷിപ്പ്. പറയോ. എനിക്ക് പറയാൻ ഒരു വേർഡ്സ് കിട്ടുന്നില്ല. ഇല്ല, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ വേറെ ജാപ്പനീസ് അല്ലേ ചോദിക്കണം, മലയാളത്തിൽ പറയാം. നിർത്തത് ഇപ്പം പറയാം നിങ്ങള്. വാട്ട് ആർ ദ 3 things that you will do? Come on, go ahead. ഇൻവോൾവ്മെന്റ്, അതിലേക്കുള്ള ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, കൂടുതൽ ചാൻസസ് നേടിയെടുക്കുക. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ മടിച്ചു നിൽക്കലല്ല. നമ്പർ 2, നെഗറ്റീവുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള പിന്നെ 2ാമത് പറയുന്നത് പിന്നെ ഇപ്പൊ ഒരു വാക്ക് വന്നു എനിക്ക് പെട്ടെന്ന് പോയി. വേറെ വാക്ക് എടുക്കുക. അതിലേക്ക് ഇൻട്രസ്റ്റ്, അതെന്താണ് പോസിറ്റീവ്, നമുക്ക് അതിലേക്കുള്ള ഒരു പോസിറ്റീവായ കാര്യങ്ങൾ എന്താണ്, നമുക്ക് താല്പര്യപ്പെട്ട വിഷയങ്ങൾ അതിലേക്ക് പോയിട്ട് ആ ഇൻട്രസ്റ്റിലേക്ക് പിന്നെ നമ്മള്
മൈൻഡിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റാന്നുള്ളത് അല്ലേ? സപ്പോസ് എനിക്ക് ബുക്സ് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ. ബുക്സ് ചിലപ്പോൾ ക്രൈംസ് ഒക്കെ ആയിരിക്കാം. ആ. ചിലപ്പം ഇതിലൊക്കെ ബുക്സ് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളൂ. അതെ. അപ്പൊ ആ ഇൻട്രസ്റ്റിനെ നമ്മൾ ആ ഇതിലേക്കുള്ളത് മാറ്റിയിട്ട് എങ്ങനെയൊന്നും അറിയില്ല, എക്സാമ്പിൾ പറയാനേ കഴിയുന്നുള്ളൂ എങ്കിലും. ഓക്കെ, മൂന്നാമത്തെ നിങ്ങൾക്ക് താല്പര്യത്തിന് മനസ്സിലായത് എനിക്ക് മനസ്സിലാവണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മൂന്നാമത്തത് താല്പര്യത്തിനെ അതിലേക്ക് മാറ്റുമ്പോൾ അത് ഡെവലപ്ഡ് ആവുന്നു എനിക്ക് വിശ്വസിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ അത് ഇല്ല സാർ, അതിനും ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയോ എന്താ ചെയ്യേണ്ടതുള്ളത്? ക്ലാരിറ്റി കിട്ടും സാർ. ഓക്കെ, നിങ്ങൾ മടിച്ചെന്നാൽ ശരിയാവില്ല. യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. പ്രിപ്പയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ഇസ് ദറ്റ് കറക്റ്റ്? യെസ് സാർ, സ്റ്റാർട്ട് ചെയ്ത കാര്യമില്ല, എന്റെ എവിടെ നിന്നുള്ള അറിഞ്ഞിരിക്കണം. ഇസ് ദറ്റ് കറക്റ്റ്? യെസ് സാർ, കറക്റ്റ്. ടെക്നിക്കൽ മാത്രം പോരാ, ലീഡർഷിപ്പ് വേണം. ഇസ് ദറ്റ് കറക്റ്റ്? യെസ് സാർ, കറക്റ്റ്. ആർ യു റെഡി ടു ടേക്ക് ആക്ഷൻ? യെസ് യെസ്. 0 to 10. 0 to 10, how much? 8%. All right, happy? ഹാപ്പി സാർ, ഹാപ്പി സാർ. എമോഷൻ പിന്നെ പേടി വരുന്നത് അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ അടുത്ത ആളെടുക്കട്ടെ. പേടി നമുക്ക് അടുത്ത ആഴ്ച ശരിയാക്കാം. ഇന്ന് ഇത് പോട്ടെ. ഓക്കെ സാർ, ഓക്കെ. Right. താങ്ക്സ് ഫോർ ടോക്കിംഗ്. Thank you. Next caller, please.